മലിനജല ദുരന്തത്തിൽ ആശങ്ക ഒഴിയാതെ ഇൻഡോർ. ദിവസങ്ങൾക്ക് ശേഷവും രോഗം പടരുന്നു. ദുരന്തം കൂടുതൽ ബാധിച്ച ഭഗീരഥ്പുരയിൽ ഛർദിയും വയറിളക്കവും കാരണം 38 പേർ കൂടി ചികിത്സ തേടി. 110 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഇൻഡോറിന് പിന്നാലെ ഗുജറാത്തിലെ ഗാന്ധിനഗറിലും മലിനജല ദുരന്തം റിപ്പോർട്ട് ചെയ്തു. 2 കുട്ടികൾ മരിച്ചു. 150-ലേറെ പേർ ടൈഫോയിഡ് ബാധിച്ച് ചികിത്സയിലാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മണ്ഡലമാണ് ഗാന്ധിനഗർ. നോബിൾ മാരിക്കാരനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. നോബിൾ, ഇൻഡോറിന് പുറമെ ഇപ്പോൾ ഗാന്ധിനഗറിലും മലിനജല ദുരന്തം ഉണ്ടായിരിക്കുകയാണ്. എന്താണ് ഇതിലേക്ക് നയിച്ചത്? പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ്? ആതിര, കീർത്തന, എന്താണെങ്കിലും ഇൻഡോറിന് പിന്നാലെ ഗുജറാത്തിലെ ഗാന്ധിനഗർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മണ്ഡലമാണ്. ഇവിടെയും ഈ കുടിവെള്ളത്തിൽ മാലിന്യം കലർന്ന് ഇപ്പോൾ ആളുകൾ രോഗികളാകുന്ന ടൈഫോയിഡ് ബാധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. 100-ലധികം, നിലവിൽ 113 കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ പലതും കുട്ടികൾ അടക്കമാണ് എന്നും പറയുന്നു. 2 മരണങ്ങളും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാണെങ്കിലും അതീവ ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ കാണുന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ഉപമുഖ്യമന്ത്രി അടക്കം വിളിച്ചുകൊണ്ട് സാഹചര്യം വിലയിരുത്തുകയും നിരവധി യോഗങ്ങൾ ടെലിഫോണിലൊക്കെ ആണെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു എന്നാണ് നിലവിൽ വിവരം ഉള്ളത്. അതേസമയം ഇൻഡോറിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇൻഡോറിലും ഇപ്പോഴും രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. മൊത്തം 142 പേരാണ് ഇപ്പോഴും ചികിത്സയിലുള്ളത്. ഇതിൽ 6 പേർ ICUവിൽ ഉണ്ട് എന്ന വിവരമാണ് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത്. പ്രധാനമായും അവിടെ 6 മരണങ്ങൾ ഉണ്ടായി എന്ന് ഇൻഡോർ ഭരണകൂടം പറയുമ്പോൾ അതല്ല 16 ഉണ്ടായി എന്നാണ് പ്രദേശവാസികളുടെ ഒരു ക്ലെയിം. അത്തരത്തിൽ മരണവുമായി ബന്ധപ്പെട്ട് ചില പ്രതിസന്ധികൾ, ചില തർക്കങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് യാഥാർത്ഥ്യം. എന്താണെങ്കിലും ഇൻഡോറിലും അതിന് പിന്നാലെ ഇപ്പോൾ ഗാന്ധിനഗറിലും ഇത്തരത്തിൽ കുടിവെള്ളത്തിൽ പ്രശ്നങ്ങൾ ഉള്ളത്. 2 BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. സംസ്ഥാനങ്ങളിൽ BJP സർക്കാരുകൾ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഈ കുടിവെള്ളത്തിൽ ഇത്തരത്തിൽ മാലിന്യജലം കലരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസ് ചോദിക്കുന്നു. സർക്കാരുകൾക്കെതിരെ വലിയ വിമർശനം കോൺഗ്രസ് ഉന്നയിക്കുന്നു. സർക്കാരുകളുടെ പിടിപ്പുകളാണ് ഇത്തരത്തിൽ ജനങ്ങളെ കുടിവെള്ളത്തിലൂടെ രോഗികളാക്കുന്നത് എന്ന വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതാണെങ്കിലും ഈ വിഷയത്തിൽ 2ഇടത്തും BJP സർക്കാരുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇൻഡോറിലാണെങ്കിൽ സംസ്ഥാന സംഘവും ഒപ്പം കേന്ദ്ര സംഘവും ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനം നടത്തുന്നത്. ഇനിയിപ്പോൾ ഗുജറാത്തിലേക്കും കേന്ദ്ര സംഘം എത്തും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.